Hi dears, welcome back to our channel Urban Taste. ഇന്ന് ലെമൺ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെറിയ പീസായി അരിഞ്ഞ് 300 ഗ്രാം ചിക്കനാണ് എടുത്തത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മിക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു മുട്ട, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് സോയ സോസ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി ഒരു 20 നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ചൂടാൻ വെച്ച് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിനായി ഒരു വലിയ സവാള, 6 അല്ലി വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 2 ലെമൺ എന്നിവ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് നന്നായി ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഡ്രൈ ടൈപ്പ് ഡിഷാണ്, അതുകൊണ്ട് തന്നെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലെമൺ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കുകയും വേണം.